വായുകോണിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് വായുവിൽ പറന്നു പോകുന്നത് പോലെ കയ്യിൽ പൈസ നിൽക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിൻ്റെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഇവിടെ ഇത് വയ്ക്കാൻ പാടില്ല. ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിൻഡോ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആകും. ഇവിടെ ഓപ്പൺ ആകുമ്പോൾ വടക്ക് കിഴക്ക് വീടിൻ്റെ വടക്ക് കിഴക്കുന്ന് വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ് സ്റ്റോർ ചെയ്യില്ല, പുറത്തു പോകും, കയ്യിൽ പൈസ നിൽക്കില്ല. ഒരുപാട് ആൾക്കാർ ഫോണിലൂടെ ആയാലും അല്ലെങ്കിൽ വീടുകളിൽ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴായാലും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, പണപ്പെട്ടി എവിടെ വയ്ക്കണം? അതൊരു സ്ഥാപനത്തിലായാലും ശരി തന്നെ, ഒരു ഷോപ്പിലായാലും ശരി തന്നെ, വീട്ടിലായാലും ശരി തന്നെ, ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ അലമാര വയ്ക്കണം. ഇത് ഒരു റൂം നമുക്ക് വരയ്ക്കാം. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ തെക്കും ഈ പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂലയാണ് തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നിമൂല അഥവാ സൗത്ത് വെസ്റ്റ് കോർണർ. അപ്പം ഇതൊരു ബെഡ്റൂം ആണെന്ന് സങ്കല്പിക്കുക. ഈ ബെഡ്റൂമിൻ്റെ കറക്റ്റ് കന്നിമൂലയിൽ നിങ്ങൾ അലമാര വയ്ക്കുക. ഈ അലമാര വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ആയാലും ദിക്കുകളെ കണക്കാക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത്. അപ്പോൾ ഒരു അലമാര വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കന്നിമൂല ഏറ്റവും ഉയർന്നു നിൽക്കും. അതുപോലെ ഏറ്റവും വെയിറ്റ് കയറി നിൽക്കേണ്ട ഭാഗവും എവിടെയാണ്? കന്നിമൂല തന്നെയാണ്. അപ്പം ഇവിടെ അലമാര വയ്ക്കുമ്പോൾ അവിടെ വെയിറ്റുമായി, അവിടെ ഹൈറ്റുമായി, അപ്പം ആ ഭാഗം ഉയർന്നു നിൽക്കും. ചിലർ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് അവിടെ ക്യാഷിൻ്റെ അലമാര വയ്ക്കും. ഇതെവിടെയാണ്? നോർത്തും വെസ്റ്റും കൂടിച്ചേരുന്ന നോർത്ത് വെസ്റ്റ് കോർണറാണ് ഇവിടെ കൊണ്ടുവന്ന് ക്യാഷ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ വാസ്തുപ്രകാരം വടക്ക് പടിഞ്ഞാറെന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് എന്താണ്? വായുകോണാണ്. വായുകോണിൽ പൈസ വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് വായുവിൽ പറന്നു പോകുന്നത് പോലെ കയ്യിൽ പൈസ നിൽക്കാതെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിൻ്റെ ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും ഇവിടെ ഇത് വയ്ക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഹൈറ്റ് ഉള്ളതും വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കും. അലമാര തന്നെ ആയിക്കോട്ടെ, ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള സാധനം കൊണ്ടുവന്ന് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കും. വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുമ്പം ഈ റൂമിൻ്റെ ബാലൻസ് തെറ്റും. എന്താണ് ബാലൻസ് തെറ്റുന്നത്? വാസ്തുവിൽ എന്താ പറയുന്നത്? തെക്കും പടിഞ്ഞാറും ഉയർന്ന് വടക്കും കിഴക്കും താന്ന് ഫ്രീ ആക്കി ഇടുക. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തെക്ക് പടിഞ്ഞാറ് താന്നു, വടക്ക് കിഴക്ക് ഉയർന്നു, വെയിറ്റും കയറി. വീടിൻ്റെ ബാലൻസിങ്ങിന് ഇതുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ ഒരു അലമാര വെച്ച് ഇവിടെ പൈസ സൂക്ഷിക്കുമ്പോഴും ഇവിടെ ഒരു അലമാര വെച്ച് ചെയ്യുമ്പോഴും രണ്ടും രണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒക്കെ ഇത് നോക്കിക്കോളും. ഇപ്പം ഞാൻ ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെ അലമാര ഇരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. വടക്ക് പടിഞ്ഞാറ് നിങ്ങൾ അലമാര മാറ്റി തെക്ക് പടിഞ്ഞാറാക്കൂ, നിങ്ങളുടെ കയ്യിൽ പൈസ നിൽക്കും. അതുപോലെ ഈ ഭാഗത്ത് ഇപ്പം ചില വീടുകളിൽ പുതിയ ഒരു മോഡലായിട്ട് ഇവിടെ ഒരു വിൻഡോ, ഇവിടെ ഇങ്ങനെ കട്ടിൽ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വിൻഡോ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ആകുമ്പോൾ വടക്ക് കിഴക്ക് വീടിൻ്റെ വടക്ക് കിഴക്കുന്ന് വരുന്ന എനർജി തെക്ക് പടിഞ്ഞാറ് സ്റ്റോർ ചെയ്യില്ല, പുറത്തു പോകും, കയ്യിൽ പൈസ നിൽക്കില്ല. അതുപോലെ വീടിൻ്റെ പുറത്തും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മളുടെ അതിരെപ്പോഴും നമ്മൾ കെട്ടിത്തിരിച്ച് അതിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടിനുള്ളിലോട്ട് കയറും. നിങ്ങൾക്ക് മതിൽ കെട്ടാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ 4 സൈഡിലും നമുക്ക് ഈ പച്ച ഷീറ്റ് പോലെ വാങ്ങിച്ച് കെട്ടി അതിൻ്റെ ഡോറും എല്ലാം കറക്റ്റ് ചെയ്താൽ മതി. അവിടെ എനർജി നിന്നോളും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പൈസ നമ്മളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വാസ്തുപരമായിട്ട് ഫെങ്ഷുപരമായിട്ട് ഇതൊരു വലിയ ഗുണങ്ങളുള്ള നേട്ടങ്ങളുള്ള ഒരു സയൻസാണ്. നമ്മളുടെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇത് താല്പര്യമില്ലായ്മ കൊണ്ടോ ഈ ഒരു ശാസ്ത്രത്തെ അവഗണിക്കാതെ ഇതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾ വീട് വെച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും വന്നു ചേരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും.